ഹലോ, നമ്മളിന്നൊരു നോർത്ത് ഇന്ത്യൻ ഡിഷ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. എന്താണെന്നറിയോ? ഇതാണ് സംഭവം. കാണിച്ച ഇതാണ് രാജ്മ. ഇത് സാധാരണ നോർത്ത് ഇന്ത്യൻസ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. നമ്മളുടെ ഇവിടെ അങ്ങനെ കഴിക്കുന്നു തോന്നുന്നില്ല അധികം ആരും. പക്ഷെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള സംഭവമാണ് കേട്ടോ. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കറി ഉണ്ടാക്കിയാൽ. അപ്പോൾ ഇതെങ്ങനെയാ കറി ഉണ്ടാക്കണേന്നാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഇതിനെ കിഡ്നി ബീൻസ് എന്നും പറയും. സംഭവം ഞാൻ രാവിലെ വെള്ളത്തിലിട്ട് വെച്ചതാണ്. ഇത് കുതിർന്ന് കിട്ടാൻ കുറച്ച് സമയം വേണം. അപ്പൊ നിങ്ങൾക്ക് രാത്രിയാണ് ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ രാവിലെ തന്നെ വെള്ളത്തിലിട്ട് വെക്കാം. ഇല്ല നിങ്ങൾക്ക് രാവിലേക്കാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെക്കാം. ഇത് ഞാൻ കഴുകി വാരി വെച്ചിരിക്കുന്ന രാജ്മയാണ് കേട്ടോ. ഇതിന്റെ കൂടെ നമുക്ക് 2 പീസ് പട്ട ഇടണം. ഇത്രയും പോകുന്ന 2 തുണ്ട് പട്ട ഇടണം. പിന്നെ കറുപ്പ് കളർ ഏലക്ക ഉണ്ടല്ലോ വലിയത്, അത് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരെണ്ണം ചേർക്കാം. ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. എന്റെ കയ്യിലില്ല, അതുകൊണ്ട് ഞാൻ ഇടുന്നില്ല. എന്നിട്ട് ഇത് കുക്കറിലിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. നല്ല വേവുള്ള സാധനമാണ്. ഒരു 7-8 വിസിലോളം കേൾപ്പിക്കേണ്ടി വരും. നന്നായിട്ട് വേവണം കേട്ടോ. രാജ്മ നമ്മൾ കുക്കറിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിന്റെ കൂടെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കി ഇതിന് എന്തൊക്കെയാ വേണ്ടത് വെച്ചാൽ അതും കൂടിയിട്ട് പ്രിപ്പയർ ചെയ്യാം. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണം. നമ്മളിത് നാടൻ ഫുഡ്, നമ്മുടെ കേരള സ്റ്റൈൽ ഫുഡ് അല്ലാത്തത് കൊണ്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുന്നില്ല. സൺഫ്ലവർ ഓയിലോ റൈസ് ബ്രാൻ ഓയിലോ അങ്ങനെ ഏതെങ്കിലും ഒരു ഓയിൽ യൂസ് ചെയ്താൽ മതി. കുറച്ച് അധികം തന്നെ ഇടണം. ഇത്രയും ചെറിയ ജീരകം ഇട്ടു. അതിൻ്റെ കൂടെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളി ഇതാണ്. സവാളയും തക്കാളി. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണേ. അതായത് തക്കാളി നന്നായിട്ട് വേവുന്നത് അരച്ചെടുക്കാനുള്ളതാണ്. തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ട് വേകാൻ വേണ്ടിയിട്ട് നമ്മളിതൊരു കുറച്ചു നേരം ഒന്ന് അടച്ചു വെച്ച് ഒന്ന് വേവിക്കാം കേട്ടോ. നമ്മളിത് അടച്ചു വെച്ച് വേവിക്കും. അപ്പൊ നമ്മളുടെ സവാളയും തക്കാളിയും ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. അതെ, തക്കാളിയൊക്കെ അത്യാവശ്യം ഉടഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെച്ചൊന്ന് തണുത്തിട്ട് അരച്ചെടുക്കാം. അപ്പൊ ഇതാ നമ്മള് മസാല അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മള് ആ വഴറ്റിയ ചട്ടി തന്നെ വെച്ചു. അതിലേക്ക് കുറച്ചുകൂടി എണ്ണ ഒഴിച്ചു കൊടുക്കാണ്. സിമ്മാക്കി വെക്കണേ. മുളക് പൊടിയാണ് ഇടുന്നത് കേട്ടോ. 1.5 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇത് ഇട്ടതും വഴറ്റണം, ഇല്ലെങ്കിൽ കരിഞ്ഞു പോവും. നമ്മളിത് അതിൻ്റെ കൂടെ തന്നെ ഈ മസാലയും കൂടെ ആഡ് ചെയ്യണേ. നിറയെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1.25 ടീസ്പൂൺ ഇടാം കേട്ടോ. കൂട്ടത്തിൽ ഇത്തിരി ഒരു ചെറിയ സ്പൂണില് മഞ്ഞൾപ്പൊടി. ഇത് 3ഉം കൂടി ഇനി നന്നായിട്ട് വഴറ്റണം. അതായത് നമ്മൾ എണ്ണ ഒഴിച്ചില്ലേ, ആ എണ്ണ തെളിഞ്ഞു കാണുന്നത് വരെ ഇത് നല്ലതുപോലെ വഴറ്റിയെടുക്കണം. അതാണ് അതിന്റെ പാകം. വളരെ എളുപ്പമാണ്, അതുപോലെ തന്നെ ടേസ്റ്റുമാണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് ഇത് കുതിർത്ത് വെക്കേണ്ട ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. കുതിർത്ത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണ്. അധികം ഇൻഗ്രീഡിയൻസിന്റെ ഒന്നും ആവശ്യവുമില്ല. പെട്ടെന്ന് തന്നെ റെഡിയാക്കാം. ഗൈസ്, അപ്പൊ നമ്മളുടെ രാജ്മ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. കുറച്ചധികം വെന്ത് പോയി ഗൈസ്. ഞാനിവിടെ കാശ്മീരി മുളക് പൊടി അല്ല യൂസ് ചെയ്തിരിക്കുന്നത്, നോർമലാണ്. അതുകൊണ്ട് അത്ര കളറൊന്നും കിട്ടുന്നില്ല. നിങ്ങൾ കാശ്മീരി മുളക് പൊടി യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു കളർ കൂടിയും കിട്ടും കേട്ടോ. കാണാനും നല്ല ഭംഗിയുണ്ടാവും. അപ്പൊ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് ഇതിൽ ഒരിക്കലും വെള്ളം ചേർത്തായിരുന്നു കേട്ടോ. ഞാൻ എണ്ണ കുറച്ചേ ഒഴിച്ചുള്ളൂ. അപ്പോൾ ഇത് കുറച്ച് ഡ്രൈ ആയി. അപ്പോൾ ഒന്ന് ലൂസാക്കാനായിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ രാജ്മ ഇതിലോട്ട് ചേർക്കുന്നതിന് മുൻപ് മസാലയിൽ എരിവൊക്കെ പാകം ഉണ്ടോ എന്ന് നോക്കണം. ഉപ്പ് പിന്നെയും കുറച്ച് എന്താ പറയുക, രാജ്മ ഇട്ടതിന് ശേഷം ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ എരിവൊക്കെ നമ്മൾ അതിന് മുൻപേ നോക്കണം, കാരണം നമ്മൾ മസാല വഴറ്റുന്നതല്ലേ. അതുകൊണ്ട് അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് രാജ്മ ചേർക്കാം. ഞാൻ വേവിച്ചപ്പോൾ വെള്ളം കുറച്ച് കുറഞ്ഞു പോയി, വെള്ളം ഡ്രൈ ആയിപ്പോയി.
അപ്പോൾ ഇതിന്റെ കൂടെ നമുക്ക് കുറച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്യണം. ഇനി ഇത് ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി കേട്ടോ. ഒരുപാട് നേരമൊന്നും ഇതിനെയും വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓൾറെഡി വെന്തിരിക്കട്ടെ. ജസ്റ്റ് ഇതൊന്ന് മിക്സ് ആവട്ടെ. ഇതിൻ്റെ കൂടെ നമുക്ക് ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കസൂരി മേത്തി ആഡ് ചെയ്യാം. വേണ്ടവർക്ക് ചേർത്താൽ മതി, നിർബന്ധമില്ല. ഞാൻ എന്തായാലും കുറച്ച് കസൂരി മേത്തി ആഡ് ചെയ്യുന്നുണ്ട്. നമ്മളിതിലേക്ക് കുറച്ച് പച്ചമുളക് പൊടിപ്പൊടി അരിഞ്ഞ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനൊരു 2 പച്ചമുളക് ഇട്ടിട്ടുള്ളൂ കേട്ടോ. എരിവുള്ള പച്ചമുളകാണെങ്കിൽ ഒരെണ്ണം ഇട്ടാൽ മതിയാവും. ഇത് തെരുവില്ലാത്തതായത് കാരണം ഞാൻ 2 ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് ചൂടായിക്കോട്ടെ. അപ്പോൾ കറി തിളച്ച് സെറ്റായിട്ടുണ്ട്. ഇനി ഇതിൽ നമ്മൾ ചേർക്കാൻ പോകുന്നത് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സാധനമാണ് ഗരം മസാല. ഗരം മസാല നമ്മൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ഗരം മസാലയും കൂടി വന്നാലാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. ഞാനിതാ ഒരു 1.5 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ശരിക്കും അത്രയും വേണം, എന്നാലാണ് നല്ലൊരു ടേസ്റ്റും ഫ്ലേവറൊക്കെ കിട്ടുള്ളൂ. വിത്തൗട്ട് ഗരം മസാല രാജ്മ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി നമുക്ക് അധികം ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളിത് ഗരം മസാലയൊക്കെ ചേർക്കുന്നതിന് മുൻപ് ഉപ്പൊക്കെ പാകമാണോ എന്നൊക്കെ നോക്കി അതൊക്കെ ചേർക്കുക. കാരണം ഗരം മസാല ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്ത് മല്ലിയില മാത്രമേ ചേർക്കുള്ളൂ. അപ്പോൾ അതിന് മുൻപേ നമ്മൾ ഉപ്പൊക്കെ നോക്കി കറക്റ്റ് ചെയ്യാം. അപ്പോൾ എൻ്റെ എല്ലാം കറക്റ്റ് ആയിരുന്നു, അതൊന്നും ഞാൻ വേണ്ടി ഇട്ടിട്ടില്ല. അപ്പോൾ നമ്മൾ ഗരം മസാലയും ചേർത്തു. തീ ഓഫ് ചെയ്ത് മല്ലിയിലയും കൂടെ ചേർത്ത് കുറച്ച് നേരം അടച്ചു വെക്കാം കേട്ടോ. എന്നിട്ട് സെർവ് ചെയ്താൽ മതി. അപ്പൊ ഗൈസ് നമ്മളുടെ ഫുഡ് റെഡിയാണ് കേട്ടോ. നമ്മുടെ ഇതിന്റെ കൂടെ വൈറ്റ് റൈസ് ആണ് നല്ലത്. വൈറ്റ് റൈസും രാജ്മയുടെ കറിയും പിന്നെ സൈഡ് ഡിഷ് ആയിട്ട് ഞാൻ സവാള, കുരുമുളകും മറ്റേ നാരങ്ങയും ഉപ്പും കൂടെ മിക്സ് ചെയ്തതാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. ഞാനത് നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്, എന്നാലും ഒന്ന് കഴിച്ചു നോക്കാം. അപ്പൊ ഗൈസ് എനിക്ക് ഈ കറി എന്തായാലും ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങളും ഉണ്ടാക്കി നോക്കൂ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ വീഡിയോസ് ഷെയർ ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.